ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. GIB എക്സാമിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ഒരുപാട് പേര് നേരിട്ടും മെസ്സേജസ് ആയിട്ടും ഒക്കെ വന്ന് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒരുപാട് വിഷമങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾ ഭയങ്കര ഡിസാർട്ടൻഡ് ആണ്. അതായത് ആദ്യത്തെ ഒരു മോക്ക് ടെസ്റ്റ്, ആദ്യത്തെയോ രണ്ടാമത്തെയോ മോക്ക് ടെസ്റ്റാണ് ചിലരൊക്കെ എഴുതിയത്. അപ്പോൾ സ്കോറ് ഞാൻ ഏറ്റവും താഴെയാണ് മിസ്സേ, എല്ലാവർക്കും നല്ല മാർക്ക്, പക്ഷേ എൻ്റെ പേര് മാത്രം ഏറ്റവും താഴെയാണ്. എനിക്ക് മാർക്ക് എന്താ കിട്ടാത്തത്? ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചതല്ലേ, ഞാൻ ഇത്രയും രാത്രികളിൽ ഉറക്കമൊഴിച്ചിരുന്ന് പഠിച്ചു, എല്ലാവരും പഠിച്ചതുപോലെയല്ലേ ഞാനും പഠിച്ചത്, എല്ലാവരും ചെയ്തതുപോലെ ഞാനും ടെസ്റ്റുകൾ എഴുതി, എല്ലാവരും ചെയ്തതുപോലെ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തു, ഞാനും NCERT വായിച്ചു, DPP വായിച്ചു, എന്നിട്ടൊന്നും എനിക്ക് മാർക്ക് കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് ഞാൻ ഇമ്പ്രൂവ് ചെയ്യാത്തതെന്ന് ഓർത്ത് പൊതുവേ ഇപ്പോൾ ഉള്ളൊരു സംസാരമാണ് നീറ്റ് ആസ്പിരൻസിൻ്റെ ഇടയിൽ. GIB കഴിഞ്ഞതോടെ പഠിക്കാനുള്ള മൂടേ പോയി, പഠിക്കാൻ പറ്റുന്നില്ല, ആകെ വിഷമിച്ചിരിക്കുകയാണെന്നുള്ളത്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എഴുതിയത് നിങ്ങളുടെ വൺ ഓഫ് ദ വെരി ഫസ്റ്റ് ഓർ സെക്കൻഡ് മോക്ക് എക്സാം ആണ്. സോ വൈ യു ഗെറ്റിംഗ് ഡിസ്ഹാർട്ടൻ? നിങ്ങൾ നിങ്ങളുടെ ജേർണി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നമ്മളൊരു 3 ചാപ്റ്ററോ 2 ചാപ്റ്ററോ പഠിച്ചു കഴിഞ്ഞു, അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എക്സാം എഴുതി, ഇസൻറ്റ് ഇറ്റ്? അപ്പോൾ അതൊരു വെരി ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ എഴുതിയ എക്സാമാണ്. അതിൻ്റെ സ്കോറ് നിങ്ങളുടെ ഫൈനൽ നീറ്റ് സ്കോറും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാകും. സോ വൈ ആർ യു ഡിസ്ഹാർട്ടനിങ് യുവർ സെൽഫ്? ഇറ്റ്സ് ഓക്കെ. നിങ്ങൾ പോയി എഴുതിയത് നിങ്ങൾ എഴുതി, നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ പഠിച്ചു പോയി എഴുതി. സോ വാട്ട് എവർ യു can, your best you gave there. So please don't have guilt feelings, please don't have regrets. അങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും വിഷമിച്ചുകൊണ്ടിരിക്കുന്നവർ. നമ്മൾ ലൈഫിൽ എപ്പോഴും നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണിത്. നമ്മൾ ഒരു കാര്യം ചെയ്തിട്ട് നമ്മളിങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കും, ഞാൻ അവിടെ പോയി പറഞ്ഞത് ശരിയായോ, ഞാൻ ആ ചെയ്തത് ശരിയായോ, ഞാൻ സംസാരിച്ചത് അങ്ങനെ മാറ്റിയിരുന്നാലും ഇങ്ങനെ നന്നാവരും. നമ്മൾ ചെയ്യാറില്ലേ ഇത്? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കുറേ നേരം ഇരുന്നിട്ട് അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യും, അല്ലേ? അതങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ വേണ്ടായിരുന്നു, ഞാൻ ആ പറഞ്ഞത് ശരിയായില്ല, ഞാൻ ആ ചെയ്തത് ശരിയായി, അത് മാറ്റി ചെയ്യായിരുന്നു. നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് സമയം കളഞ്ഞിട്ട് ഒരു കാര്യമില്ല. ബിക്കോസ് ദാറ്റ്സ് നോട്ട് ഗോയിങ് ടു ചേഞ്ച്. നമ്മൾ ചെയ്ത കാര്യം ചെയ്തു, പറഞ്ഞ കാര്യം പറഞ്ഞു, നമുക്കത് മാറ്റാൻ പറ്റില്ല, റൈറ്റ്? പക്ഷേ വാട്ട് ഈസ് ഇൻ ആർ ഹാൻഡ്സ്? ഇപ്പം നമ്മൾ അത് ചിന്തിച്ച് വേസ്റ്റ് ചെയ്യുന്ന ഈ സമയം, അത് നമുക്ക് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം. ഓൾസോ ഭാവിയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും നമ്മളുടെ കൺട്രോളിലുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത് മക്കൾ ഓർമ്മിക്കുക. സോ നിങ്ങൾ നീറ്റിൻ്റെ മോക്ക് ടെസ്റ്റിൻ്റെ സ്കോറിനെ കുറിച്ച് ഓർത്ത് കമ്പയർ ചെയ്യേണ്ടതും അതിനെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, അതിനെക്കുറിച്ച് നിങ്ങൾ ബോദർ ചെയ്യേണ്ടത് ഇസ് ഓൺലി വെൻ ഒരു ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന ഫുൾ സിലബസ് മോക്ക് ടെസ്റ്റുകൾ, അതായത് സിലബസ് മുഴുവൻ പഠിച്ചു കഴിഞ്ഞ് റിവിഷൻസും കഴിഞ്ഞ് പിന്നെ കുറേ മോക്ക് ടെസ്റ്റുകൾ എഴുതി ഫൈനലി നിങ്ങൾ എഴുതാൻ പോകുന്ന ഫുൾ സിലബസ് മോക്ക് ടെസ്റ്റുകളുടെ മാർക്കും നിങ്ങളുടെ നീറ്റ് സ്കോറും തമ്മിൽ ചില ബന്ധമൊക്കെ ഉണ്ടാവും. ഓക്കെ, അല്ലാതെ ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. ഇപ്പോൾ നിങ്ങൾ പരീക്ഷ എഴുതുന്നത് നിങ്ങൾ സ്കോർ നോക്കി ഡിപ്രസ്ഡ് ആവാനല്ല. പ്ലീസ് മൈ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾ എല്ലാവരും വളരെ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആര് പഠിച്ചത് കൂടുതലോ പഠിച്ചത് കുറവോ അല്ലോ, നിങ്ങൾക്ക് ആർക്കും പഠിപ്പിച്ച് തന്നത് കൂടുതലോ കുറവോ ആയിട്ടല്ല. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ യുവർ മിസ്റ്റേക്ക്. ഓക്കെ, യു ആർ ഗിവിങ് യുവർ ബെസ്റ്റ്, യു ആർ ഡൂയിങ് യുവർ ബെസ്റ്റ്. നിങ്ങൾ എങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്നു, ഇപ്പം ഓൺലൈൻ കുട്ടികളാണെങ്കിലും ഓഫ്ലൈൻ കുട്ടികളാണെങ്കിലും നിങ്ങൾ എന്തുമാത്രം എഫേർട്സ് ഇടുന്നു എന്നുള്ളത് ഞങ്ങൾ കാണുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളിങ്ങനെ വന്ന് നിങ്ങളുടെ മുഖത്തെ വിഷമവും നിങ്ങളുടെ കണ്ണിലെ ആ ഒരു ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. സോ അതുകൊണ്ടാണ് പറയുന്നത്, പ്ലീസ് ഡോണ്ട് ബി ഡിസ്ഹാർട്ടൻഡ്. ബിക്കോസ് ടുഡേ ഇഫ് യു ഹാവ് എ ഡൗൺഫോൾ, ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു ചേഞ്ച്. നാളെ നമുക്ക് ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. ഓക്കെ, നമുക്കിനി ആണെങ്കിലും ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞിരുന്നു, നമുക്കിനി 8 മാസം സമയമുണ്ട്. അപ്പോൾ നമുക്കിനി സെപ്റ്റംബർ മുതൽ ഫ്രഷ് ആയിട്ട് പഠിച്ചു തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ പേര് പറഞ്ഞു, മിസ്സേ ഇനിയുള്ളത് അങ്ങോട്ട് പഠിക്കണമെങ്കിൽ ഇതുവരെയുള്ളത് നല്ലപോലെ അറിയണം, എന്നാലേ അതിൻ്റെ ബേസ് ശരിയാവുള്ളൂ. ഇതിപ്പം ഒരു ചാപ്റ്റർ മറ്റതിൻ്റെ കണ്ടിന്യൂവേഷൻ, വൺ ഫോളോസ് ദി അതർ, അങ്ങനെയൊന്നും അല്ല. ആൻഡ് യു ആർ ഗോയിങ് ടു റൈറ്റ് എ കോമ്പറ്റേറ്റീവ് എക്സാം, യു ആർ ഗോയിങ് ടു റൈറ്റ് ആൻ ഒബ്ജക്റ്റീവ് പേപ്പർ. അതിൽ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ചുരുങ്ങിയ സമയത്തിൽ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് എങ്ങനെ ആ ക്വസ്റ്റ്യൻ്റെ ആൻസറിനെ സെലക്ട് ചെയ്യുന്നുള്ളതാണ്. അതിന് നിങ്ങൾക്ക് ഏറ്റവും അധികം വേണ്ടത് കോൺസെപ്റ്റിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിനെക്കാളും വേണ്ടത് പ്രാക്ടീസാണ്. പ്രാക്ടീസിങ് ക്വസ്റ്റ്യൻസ്, റൈറ്റിംഗ് മോക്ക് ടെസ്റ്റ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. സോ ഓരോ മോക്ക് ടെസ്റ്റും എഴുതി നിങ്ങളിങ്ങനെ ഡിപ്രസ്ഡ് ആയി താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ അടുത്ത മോക്ക് ടെസ്റ്റ് എഴുതാൻ, അടുത്ത മോക്ക് ടെസ്റ്റിന് പഠിക്കാൻ നിങ്ങൾക്കുള്ള എനർജി വളരെ കുറവായിരിക്കും. ആൻഡ് യു ആർ ഗോയിങ് ടു വേസ്റ്റ് എ ലോട്ട് ഓഫ് ടൈം ഓവർ തിങ്കിങ് ആൻഡ് പ്രൊക്കാസ്റ്റിനേറ്റിംഗ്. ഡോണ്ട് ഡു ദാറ്റ്. Because this is something which you can change. The solution ഇല്ലാത്ത ഒരു പ്രോബ്ലം ഒന്നല്ല. So please don't compare your results. It's going to improve eventually. ഓർക്കുക, എനിക്ക് ആകെ വേണ്ടത് എൻ്റെ ഫൈനൽ മോക്ക് ടെസ്റ്റുകളിലെ സ്കോർ മാത്രമാണ്. അതിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ പഠിക്കുന്നത്, ഞാൻ മോക്ക് ടെസ്റ്റുകൾ എഴുതുന്നത് എനിക്ക് എക്സാമിനെ കുറിച്ച് അറിയാൻ. നമ്മുടെ
എന്താ പറയുക, നമ്മുടെ സൂപ്പർ കിങ്സ് ബാച്ചിലെ കുട്ടികളും ആദ്യമായിട്ട് എഴുതുന്നവരും ഈ മോക്ക് ടെസ്റ്റുകൾ എഴുതുന്നുണ്ട്. റിപ്പീറ്റേഴ്സും റിപ്പീറ്റേഴ്സും അല്ലേ, ധീര, ഫിനിക്സ് എല്ലാവരും എഴുതുന്നുണ്ട്. നമ്മുടെ വീര ബാച്ചിലെ കുട്ടികൾ എല്ലാവരും എഴുതുന്നുണ്ട്. സോ യു ആർ ഓൾ പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്. ചിലർ ആദ്യമായിട്ടാണ് നീറ്റ് എഴുതാൻ പോകുന്നത്. നീറ്റ് എക്സാം എന്താണെന്ന് പോലും അറിയാത്തവരുണ്ട്. ചിലർ ഓൾറെഡി ഒരു പ്രാവശ്യം എക്സാം എഴുതിയവരാണ്, ചിലർ 2 പ്രാവശ്യം എഴുതിയാണ്, 3 പ്രാവശ്യം എഴുതിയവരാണ്. സോ യു ഓൾ ബിലോങ് ടു ഡിഫറെൻറ്റ് കാറ്റഗറീസ്. പക്ഷേ ഓരോ പ്രാവശ്യം എക്സാം ഹാളിൽ കയറുമ്പോഴും നിങ്ങൾക്കുള്ള എക്സ്പീരിയൻസ്, നിങ്ങൾ ഫേസ് ചെയ്ത ചാലഞ്ച്, ചിലപ്പോൾ നിങ്ങളുടെ ചെറിയൊരു പേടിയായിരിക്കാം, നിങ്ങളുടെ ഒരു ആങ്സൈറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലം വന്നു, അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ബ്ലാക്ക് ഔട്ട് ആയിപ്പോയി, ഓർ മേ ബി എക്സാം കണ്ടക്ഷനിൽ എക്സാം ഹാളിലെ സമയത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് ടൈം മാനേജ് ചെയ്യാൻ പറ്റിയില്ല, ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ കോൺസെപ്റ്റ് കിട്ടിയില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ NCERT ഇതായി, അല്ലെങ്കിൽ OMR മാർക്ക് ചെയ്തത് മാറിപ്പോയി. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മിസ്റ്റേക്സ് വരുന്നത്. ഏറ്റവും കൂടുതൽ നെഗറ്റീവ് മാർക്കിംഗ് മക്കൾക്ക് വരുന്നതും OMR ഫില്ലിങ്ങിലെ ഇഷ്യൂസ് കൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്ത് പോവുകയാണ് GIB പോലെയുള്ള മോക്ക് ടെസ്റ്റുകളിലൂടെ. ഇത്രയും അടിപൊളി അവസരം നിങ്ങൾക്ക് വേറെ എവിടെയാണ് കിട്ടുക മക്കളെ? നീറ്റ് എക്സാമിൻ്റെ അതേ പാറ്റേണിൽ, അതേ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ്, അതേ ടൈപ്പ് ഓഫ് OMR ഫില്ലിംഗ്, ഇതൊക്കെ നമ്മൾ ഈ GIBയിലൂടെ പ്രാക്ടീസ് ചെയ്യുകയാണ്. സോ പ്ലീസ് ഫോക്കസ് ഓൺ യുവർ പ്രാക്ടീസ്. സോ ഇവൻച്വലി യുവർ റിസൾട്ട്സ് വിൽ ഫോളോ. സോ ഡോണ്ട് വറി. ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഒറ്റ മോക്ക് ടെസ്റ്റ് കൊണ്ട് നമ്മളിപ്പോൾ ഏറ്റവും ടോപ്പിൽ എത്തണമെന്നൊന്നുമില്ല. Okay, because each and every one of you are different. Each and every one of you are putting in a lot of effort. നിങ്ങൾ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ അണ്ടർസ്റ്റാൻഡ് യു ആർ ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്. യു ആർ യുണീക്ക്. അപ്പോൾ നിങ്ങളുടേതായുള്ള റിസൾട്ട്സ് ഇറ്റ് വിൽ കം ഔട്ട് ഇവൻച്വലി. പ്ലീസ് ഡോണ്ട് ബി ഡിസ്ഹാർട്ടൻ. പിന്നെ അല്ലാത്തവരോട് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നവരോട് 3 കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ തീരുമാനിക്കണം. ഓക്കെ, 3 things we have to decide. ഒന്നാമത്തെ കാര്യം, ഡു ഐ റിയലി വോണ്ട് MBBS തന്നെയാണോ എനിക്ക് വേണ്ടത്? ഞാൻ നീറ്റ് 2025 എഴുതുന്നുണ്ടോ? അല്ലാതെ ഞാൻ വെറുതെ ഈ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് സമയം കളയുകയാണോ? ഞാൻ വെറുതെ ആരോ പറയുന്ന പോലെ കേട്ടിട്ട്, അല്ലെ ഒരു മോട്ടിവേഷൻ ഇല്ലാതെ ഞാൻ ചുമ്മാ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, ചുമ്മാ ഞാൻ കുറേ ക്വസ്റ്റ്യൻ എഴുതി നോക്കുന്നു, ഞാൻ സ്വയമായിട്ട് സെൽഫ് സ്റ്റഡി ചെയ്യുന്നില്ല, ഞാൻ ഇതിനു വേണ്ടി ടൈം ആൻഡ് എഫേർട്ട് ഇടുന്നില്ല. ശരിക്കും എനിക്ക് MBBS വേണോ? ശരിക്കും നീറ്റ് 2025 ഞാൻ എഴുതുന്നുണ്ടോ? അതോ വേറെ എന്തെങ്കിലും കോഴ്സസിലേക്ക്, അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ തന്നെ വേറെ എന്തെങ്കിലും കോഴ്സ് ചെയ്യാനാണോ എനിക്ക് താല്പര്യം? അതൊന്ന് ചിന്തിച്ച് ഫൈനലൈസ് ചെയ്യുക. സോ ദാറ്റ് യു വിൽ സേവ് യുവർ ടൈം, എ ലോട്ട് ഓഫ് ടൈം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ ഡിസൈഡ് ചെയ്ത ഒരാളാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്? അതായത് ഇതുവരെ ഓൺലൈനിൽ പഠിച്ചവർക്ക് ചിലപ്പം അത് കംഫർട്ടബിൾ ആയിട്ട് പോകുന്നവരുണ്ടാകും, ചിലർക്ക് അത് അല്ലാന്ന് തോന്നുന്നുണ്ടാകാം. ഓഫ്ലൈനിൽ പഠിച്ചവർക്ക് ചിലപ്പോൾ ഓൺലൈനാണ് ബെറ്റർ എന്ന് തോന്നുന്നുണ്ടാകാം. ഇനി അതുമല്ല, ഇതൊന്നും എനിക്ക് വേണ്ട, ഞാൻ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ഒരാളാണ്, എനിക്ക് സ്വയമായിട്ട് സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് ഒരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് എനിക്ക് പഠിക്കാൻ പറ്റും. സോ ഓൺലൈൻ, ഇഫ് യു ആർ റിപ്പീറ്റിംഗ്, ഓൺലൈൻ, ഓഫ്ലൈൻ, ഓർ യു ഗോൺ ടു ഡു സെൽഫ് സ്റ്റഡി. യൂട്യൂബിൽ നിന്നൊക്കെ ഉള്ള ഒരുപാട് സ്റ്റഡി വീഡിയോസ് അവൈലബിൾ ആണ്, അതൊക്കെ വെച്ചിട്ട് ഞാൻ പഠിക്കാൻ പോവാണ്. സോ ഇതിലേതാണ് നിങ്ങൾ രണ്ടാമത്തെ കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസൈഡ് ചെയ്യുക. അത് ഡിസൈഡ് ചെയ്തിട്ട് അതനുസരിച്ചിട്ട് മുമ്പോട്ട് പോകാനുള്ള ഒരു ഷെഡ്യൂളും പ്ലാനും ഒക്കെ നിങ്ങൾ സെറ്റാക്കുക. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ഇതിൽ ഏത് കാറ്റഗറിയിൽ പെടുന്ന ആളാണെങ്കിലും, ഇഫ് യു ആർ എ റിപ്പീറ്റർ ആൻഡ് യു ആർ ഡിസൈഡഡ് ടു റിപ്പീറ്റ് ഓൺലൈൻ, ഓഫ്ലൈൻ, ഓർ സെൽഫ് സ്റ്റഡി, ഓർ വാട്ട് എവർ, യു ഷുഡ് ഹാവ് എ പ്ലാൻ. ഓക്കെ, വാട്ട് ഈസ് യുവർ പ്ലാൻ? വാട്ട് ഈസ് യുവർ ഗോൾ? ഏത് കോളേജിലാണ് ഞാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്? ഇപ്പം തന്നെ എഴുതി വെക്കുക. നിങ്ങൾ പഠിക്കുന്ന നിങ്ങളുടെ വാളിൽ എഴുതി വെക്കുക, ഐ വോണ്ട് ടു ബി എ ഡോക്ടർ, ഐ എം ഗോയിങ് ടു ബി സ്റ്റഡിയിങ് ഇൻ എയിംസ് ഡൽഹി. ഇഫ് ദാറ്റ്സ് യുവർ ഡ്രീം കോളേജ്, കോളേജിൻ്റെ പേര് എഴുതുക. അവിടെ കിട്ടാൻ എനിക്ക് ഞാൻ അടങ്ങുന്ന കാറ്റഗറിയിലൊക്കെ എനിക്ക് എത്ര മാർക്ക് വേണം, എത്ര മാർക്ക് ഞാൻ വാങ്ങിയാൽ എനിക്ക് അവിടെ കയറാൻ പറ്റും. ആൻഡ് മൈ ഗോൾ ഇസ് നോട്ട് ഓൾ 50,000 സീറ്റ്സ് ഓർ ഓൾ ദ 1 lakh സീറ്റ്സ് ഓർ വാട്ട് എവർ. എൻ്റെ ഗോള് എനിക്ക് ആ ഒരേ ഒരു സീറ്റാണ് വേണ്ടത്. എന്നെ ആ ഡ്രീമിലേക്ക് എത്തിക്കുന്ന ആ ഒരേ ഒരു സീറ്റ്, അതിലേക്ക് എത്താൻ എനിക്ക് ഇത്രയും മാർക്ക് കിട്ടണം. അതിന് ഞാൻ ഫിസിക്സിന് എത്ര മാർക്ക് വാങ്ങിക്കണം, കെമിസ്ട്രിയിൽ എത്ര മാർക്ക് വാങ്ങിച്ചാൽ കിട്ടും, ബയോളജിയിൽ എത്ര മാർക്ക് വാങ്ങിക്കണം, ഇതൊന്ന് എഴുതി വെക്കുക. ആ ഗോളിലേക്ക് പഠിച്ചു തുടങ്ങുക. ദാറ്റ്സ് ഓൾ വി ആർ ഗോയിങ് ടു ഡു മൈ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. ഈ 3 കാര്യങ്ങൾ ഡിസൈഡ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് തീരുമാനം എടുക്കുക. അല്ലാതെ GIBയുടെ മാർക്ക് കുറഞ്ഞു, ഞാൻ ഏറ്റവും താഴെയാണ്, ഞാനൊന്നും ജീവിതത്തിൽ ഉയരാൻ പോകുന്നില്ല, എനിക്കൊന്നും ഇനി ഒരിക്കലും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല, ആദ്യത്തെ തുടക്കം തന്നെ ഭയങ്കര മോശമാണെന്നൊക്കെ പറഞ്ഞ് വെറുതെ അൺനെസസറി തോട്ട്സ് ചെയ്ത് ഇങ്ങനെ എന്താ പറയുക, സ്വയം താഴ്ത്തി കെട്ടാതെ പ്ലീസ് സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ യുവർ സെൽഫ്, വർക്കിംഗ് ഓൺ യുവർ ഗോൾ. മാം ഈ പറഞ്ഞ കാര്യം എല്ലാവരും ഒന്ന് റൈറ്റ് ഡൗൺ ചെയ്യണം. ഇത് എഴുതുന്ന ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഫോണിലോ എവിടെയെന്ന് വെച്ചാൽ എഴുതിയിട്ട് കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടണം കേട്ടോ. മൈ നെയിം ഇസ് ഡോക്ടർ സോ ആൻഡ് സോ
and I'm going to be studying in AIMS Delhi, AIMS Nagpur, whichever college you want to study. For that I have to score this much, say like 690 above, 700 above, whatever. ബയോളജി ഇത്ര, ഫിസിക്സിൽ ഇത്ര, കെമിസ്ട്രിയിൽ ഇത്ര മാർക്ക് ഞാൻ വാങ്ങിക്കും എന്നൊന്ന് എഴുതി ഇടുവോ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്? അത്രയും ചെയ്യുക. എന്നിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളുടെ സ്റ്റഡി റൂമിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലുക, പോസിറ്റീവായിട്ട് പഠിക്കാൻ തുടങ്ങുക. ബാക്കിയൊക്കെ സെറ്റാണ്, ഞങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട്. ആൻഡ് ഐ ലവ് യു ഓൾ വെരി മച്ച്. ഓൾ ദി ബെസ്റ്റ്.